കനത്ത മഴയിൽ തമിഴ്നാട്ടിലെ തിരുപ്പൂർ ഉദുമലയിൽ വെള്ളപ്പൊക്കം. തിരുമൂർത്തി ലിംഗേശ്വര ക്ഷേത്രത്തിലും സമീപ പ്രദേശങ്ങളിലും വെള്ളപ്പൊക്കമുണ്ടായി. അർദ്ധരാത്രിയോടെ മലമുകളിൽ നിന്ന് വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. മുഹമ്മദ് റഹീസ് ഇപ്പോൾ ചെന്നൈയിൽ നിന്ന് ചേരുന്നുണ്ട്. മുഹമ്മദ് റഹീസ്, നിലവിൽ എന്താണ് അവിടുത്തെ സ്ഥിതി? മഴയ്ക്ക് ശമനമുണ്ടോ? വിവരങ്ങൾ മുഹമ്മദ് റഹീസ്. ഉന്മേഷ്, കഴിഞ്ഞ 3 ദിവസമായി തമിഴ്നാട്ടിലെ വിവിധ മേഖലകളിൽ വെള്ളം ഈ താഴ്ന്ന പ്രദേശങ്ങളിൽ വെള്ളം കയറുന്നുണ്ട്. അതായത് കുറച്ചു ദിവസമായി മഴ ഇങ്ങനെയുണ്ട്. അതിശക്തമായ മഴ എന്ന് പറയാനാകില്ലെങ്കിലും ശക്തമായ മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്നലെ രാത്രിയോടുകൂടി തിരുപ്പൂർ ഉദുമലയിലാണ് ഇത്തരത്തിലൊരു വെള്ളപ്പൊക്കം ഉണ്ടായത്. തിരുമൂർത്തി ലിംഗേശ്വര ക്ഷേത്രത്തിന് സമീപ പ്രദേശത്തുമൊക്കെയാണ് ഇപ്പോൾ കൂടുതലായി വെള്ളം കയറിയിരിക്കുന്നത്. പഞ്ചലിംഗ വെള്ളച്ചാട്ടത്തിന് സമീപം പെയ്ത കനത്ത മഴയാണ് ഈ വെള്ളപ്പൊക്കത്തിന് കാരണമായി പറയുന്നത്. ഇന്നലെ അർദ്ധരാത്രിയോടുകൂടി മലമുകളിൽ നിന്നും വലിയ തോതിൽ വെള്ളം താഴേക്ക് ഇരച്ചെത്തുകയും ഈ ക്ഷേത്രത്തിനും സമീപ പ്രദേശത്തുമൊക്കെ അത് വെള്ളത്തിനടിയിലാകുന്ന രീതിയിലേക്കൊക്കെ വെള്ളം ഇരച്ചെത്തുകയായിരുന്നു. അങ്ങനെ കഴിഞ്ഞ 3 ദിവസങ്ങളായി ഇവിടെ ഈ വെള്ളച്ചാട്ടത്തിൽ കുളിക്കുന്നതിനും സഞ്ചാരികൾ എത്തുന്നതിനുമൊക്കെ നിയന്ത്രണം ഏർപ്പെടുത്തിയിരുന്നു. അത് അടുത്ത 3 ദിവസത്തേക്ക് കൂടി നീട്ടിയിട്ടുണ്ട്. നിലവിൽ ഈ നഗരപ്രദേശങ്ങളിൽ തിരുപ്പൂരിൽ മഴയില്ല. പക്ഷേ ഇത്തരത്തിൽ മലയോര മേഖലകളിൽ കേരളവുമായിട്ടൊക്കെ കൂടുതൽ അടുത്തു നിൽക്കുന്ന പ്രദേശങ്ങളിൽ കൂടുതൽ മഴ പെയ്യുന്നുണ്ട്. ഒപ്പം തന്നെ തമിഴ്നാട്ടിൽ വ്യാപകമായി ഈ കേരളത്തോട് ചേർന്ന് നിൽക്കുന്ന ജില്ലകളിലാണ് മഴയുള്ളത്. നാളെ ചെന്നൈ ഉൾപ്പെടെയുള്ളിടത്ത് കനത്ത മഴ ഉണ്ടാകുമെന്നുള്ള മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഉന്മേഷ്, മുഹമ്മദ് റഹീസ് ആണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.